ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. പിന്നെ ഒരു അടിപൊളി കടലക്കപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഉണ്ടാക്കി വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എന്തൊക്കെ ആവശ്യമുള്ള നോക്കാം. ഫുള്ളായിട്ട് നിങ്ങൾ വാച്ചാക്കുക. എന്തായാലും നിങ്ങളത് എന്തായാലും ഉണ്ടാക്കി നോക്കുക. അറിയാത്തവർ പെട്ടെന്ന് സ്നാക്സ് വൈകുന്നേരത്തെ ചായക്കടിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 15 മുട്ടക്കാണ്. അപ്പോൾ 15 മുട്ടയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 200 ഗ്രാം കടലാക്ക പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 200 ഗ്രാം കടലാക്ക പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 15 മുട്ടക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ അത് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഒരു 2 വിസിലിട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്താക്കണം, ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം നമ്മൾ ഊറ്റി വെക്കുമല്ലോ, അത് വെള്ളമൊക്കെ കളയാൻ വേണ്ടി വെച്ചു. എന്നിട്ട് നമുക്ക് ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം നമ്മളത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് പരിപ്പിട്ടതിന് ശേഷം പരിപ്പ് മുങ്ങുന്ന പാകത്തിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അധികമായി പോകേണ്ട, പരിപ്പ് മുഴുവനായിട്ട് മുങ്ങുന്ന പാകത്തിൽ മാത്രം പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അത് രണ്ടും മാത്രം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മൾ അടിച്ചെടുത്ത അരപ്പ. അപ്പോൾ ഇത് ഈ ഒരു പാകത്തിലാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അധികം ലൂസുമായി പോകാൻ പാടില്ല, നല്ല കട്ടിയായി ആകാനും പാടില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ അടിച്ചെടുക്കുക. ഞാൻ പറഞ്ഞ അതേ അളവിലെടുത്താൽ നിങ്ങൾക്ക് ഈ രൂപത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കത് നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ 15 മുട്ടയും അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ എടുത്ത മുട്ടകൾ മുഴുവനായിട്ട് നമുക്ക് അതിലേക്ക് പൊട്ടിച്ച് പോരാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഏലക്കായും പഞ്ചസാരയും ചേർത്താണ് അടിച്ചെടുക്കാൻ പോകുന്നത്. അത് മൂന്നും ചേർത്തിട്ട് നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര എത്രയാണോ വേണോ അത്ര പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക, ഏലക്കായും ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ല മുട്ടയുടെ എല്ലാ കട്ടയും വെള്ളം എല്ലാം ഒരുമിച്ച് മിക്സാകുന്ന രീതിക്ക് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ മധുരം എന്താണ് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് മധുരം ചേർക്കാൻ കഴിയില്ല, പഞ്ചസാര അടിക്കുന്നതല്ല നമ്മൾ. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പഞ്ചസാര അടിയോളം നമ്മൾ നന്നായിട്ട് വെക്കുക. മധുരം മസ്റ്റാണ്, മധുരം നോക്കരുത്. നമ്മൾ മുട്ട അടിച്ചതിന് ശേഷം നമ്മൾ മധുരം നോക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് നമ്മൾ ആദ്യം അടിച്ച് വെച്ചിട്ടുള്ള പരിപ്പും പാലിലേക്കും നമ്മൾ അടിച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക. അതായത് മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കണമെന്നറിയോ, ഇത് നന്നായിട്ട് ഇതിൽ കട്ടയൊക്കെ പോകുന്ന രീതിക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അതിന് മുമ്പ് നമ്മൾ ഒരു മധുരം ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചോ കൈ വെച്ചോ എങ്ങനെയാണോ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് മിക്സാക്കി എടുക്കാൻ പറ്റുക അതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അധികം നേരം കയ്യിലിട്ട് ഇളക്കിയിട്ട് ഇതാക്കണ്ട, കാരണം നമ്മൾ പൊന്തുമല്ലോ ലാസ്റ്റ് സ്റ്റേജിൽ, അത് കുറഞ്ഞു പോകും. ഇനി നമുക്ക് വേണ്ടത് കുഞ്ഞുള്ളിയും അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിയാണ് കേട്ടോ. അവിടെ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മുന്തിരി വേണം എടുക്കാവുന്ന കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാനിൽ നമ്മൾ ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള അതേ പാനാണ് ഞാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെക്കുക. നമ്മൾ ഏത് പാനിലാണ് ഉണ്ടാക്കുന്നത് ആ പാന് നമുക്ക് ചൂടാകാൻ വേണ്ടി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് റോസ്റ്റ് ചെയ്താൽ അതിൻ്റെ എല്ലാ റോസ് സ്മെല്ലൊക്കെ പോകുന്ന രീതിക്ക് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കൈവച്ചിന് ഇളക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ അതിൻ്റെ ചൊയയും ഒക്കെ മാറുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായിട്ടും അത് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമ്മൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് മാത്രം നമ്മൾ എന്തിട്ടെടുത്താൽ മതി, നമ്മളെ മുന്തിരി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ആ മുന്തിരി ലാസ്റ്റ് ഇട്ടാൽ മതി, കാരണം നമുക്ക് മുന്തിരി ഒന്നും പൊന്തി വരാനുള്ളൂ. ഞാനിപ്പോൾ ഒരു കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഏത് മുന്തിരിയാണ് നിങ്ങൾക്ക് വേണ്ടി അത് ചേർത്ത് കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. കരിഞ്ഞു പോയത് കേട്ടോ. നമ്മൾ കൈ വെച്ച് തന്നെ ഇളക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, കരിഞ്ഞു പോകരുതേ. അപ്പോൾ നമ്മളത് വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ബേറ്ററാക്കി വെച്ചിട്ടില്ല, അതിലേക്ക് നമ്മൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കട്ടയൊക്കെ പോകുന്ന രീതിക്ക് നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. അതേ നേരിട്ട് അടിക്കേണ്ട, നമ്മൾ ഒന്നും അതിൻ്റെ മഞ്ഞൾപ്പൊടി എല്ലായിടത്തും ആകുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അത് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ
ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ വറുത്ത് കോരിയിട്ടുള്ള അതേ പാനിലേക്കാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. വേറെ പാനിലേക്ക് ഒന്നുമല്ല ഒഴിച്ചു കൊടുക്കുന്നത്. അതേ നെയ്യിൽ വേറെ നെയ്യ് എക്സ്ട്രാ നെയ്യൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ പാൻ എടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അടുപ്പത്ത് വെച്ച് പാരുന്ന സമയത്ത് പെട്ടെന്ന് മുട്ടയല്ലേ പെട്ടെന്ന് കട്ട പിടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്താക്കുക, പാൻ എടുത്ത് താഴെ വെച്ചിട്ട് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മൾ അതേ നെയ്യിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക. അത് ബബിൾസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ടാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് എന്താക്കുക, ഗ്യാസിന് ഏറ്റവും ചെറിയ സിമ്മിൽ വേണം നമ്മളത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അധികം വെച്ചാൽ നമുക്ക് കരിഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും ചെറിയതാക്കി വെക്കുക സിമ്മ്. എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ നമ്മളിത് വേവിക്കാൻ വേണ്ടി വെക്കുക. അരമണിക്കൂർ എന്ന് വെച്ചാൽ എന്തിനാണെന്ന് വെച്ചാൽ 15 മുട്ടയുടെ അല്ലേ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എന്ന് പറഞ്ഞാൽ കുറച്ചിട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ബനാന കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്, എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്കായിട്ട് എന്തായാലും അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. എന്നാൽ അറിയാവുന്നവരൊക്കെ ഇത് കണ്ടിട്ട് അറിയാത്തവരൊക്കെ ഇത് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു ലൈക്കല്ലേ, അത് നിങ്ങൾ അവിടെ നിന്ന് പ്രസ് ചെയ്യാതെ പോകരുതെന്ന് തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. ബൈ ബൈ.